ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിലൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനെ എങ്ങനെ ഒരു വലിയ വിജയമാക്കി മാറ്റാം, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഫ്രെയിംവർക്ക് നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, മാർക്കറ്റിൽ ഇറക്കി, കൊള്ളാം. ഇനി എന്തു ചെയ്യും? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുവിധം എല്ലാ സംരംഭകരും പ്രൊഡക്റ്റ് മാനേജർമാരുമൊക്കെ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ്. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ഈ ആശയക്കുഴപ്പത്തിനിടയിൽ നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി പോലെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഫ്രെയിംവർക്ക്. ഇത് വെറുമൊരു ഡോക്യുമെൻ്റൊന്നും അല്ല കേട്ടോ, മറിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിനെ നേർവഴിക്ക്, അതായത് വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പസ് ആണെന്ന് തന്നെ പറയാം. ഏതൊരു വലിയ ബിൽഡിങ്ങിനും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണമല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് മെച്ചപ്പെടുത്തുന്ന കാര്യവും. അതിനും ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കണം. നമുക്ക് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ശരിയാക്കിയാൽ മതി, മുന്നോട്ടുള്ള യാത്ര വളരെ എളുപ്പമാവും. ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ഒരു ക്ലാരിറ്റി. നമ്മൾ എന്താണ് ശരിക്കും നേടാൻ ശ്രമിക്കുന്നത്? കൂടുതൽ കസ്റ്റമേഴ്സിനെയാണോ, അതോ പ്രോഡക്റ്റിൻ്റെ ചെലവ് കുറയ്ക്കാനാണോ? ഈ ലക്ഷ്യം എന്താണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങാം. പല സ്ഥലങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കണം. കാരണം ശരിയായ വിവരങ്ങളില്ലാതെ എടുത്തുചാടിയൊരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ പണി പാളിയേക്കാം. നോക്കൂ, ഫീഡ്ബാക്ക് പലയിടങ്ങളിൽ നിന്നും വരാം. നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്ന്. പക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ടീമിനറിയാം എന്തൊക്കെയാണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുക എന്ന്. അതുപോലെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പാർട്ട്ണർമാർക്കും മാർക്കറ്റിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാകും. അതുകൊണ്ട് ഇവരെല്ലാവരും പറയുന്നത് കേൾക്കുന്നത് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായി. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ചെക്കപ്പാണ്. ഒരു ഡോക്ടർ രോഗം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഈ ഒരു വിശകലനം നമ്മളെ സഹായിക്കും. ഈ ചെക്കപ്പിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് തന്നെ ആഴത്തിലൊന്ന് പഠിക്കുക. രണ്ടാമത് മാർക്കറ്റിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉപഭോക്താക്കൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട്? ആളുകൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണോ? പ്രധാനപ്പെട്ട ഫീച്ചറുകളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ? അതിൻ്റെ ക്വാളിറ്റി വിശ്വസിക്കാൻ കൊള്ളാമോ? ഇങ്ങനെ ഓരോ കാര്യവും നമ്മളിവിടെ വിശദമായിട്ട് വിലയിരുത്തും. നമ്മുടെ പ്രോഡക്റ്റ് എത്ര മികച്ചതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മാർക്കറ്റിൽ അതിന് ശരിയായൊരു സ്ഥാനമുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. നമ്മുടെ വില എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ കൊടുക്കുന്ന പരസ്യങ്ങൾ ആളുകളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ? ഉപഭോക്താക്കളുടെ മനസ്സിൽ നമ്മുടെ ബ്രാൻഡിന് എന്ത് സ്ഥാനമാണുള്ളത്? ഇതൊക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒരു നല്ല ഉൽപ്പന്നത്തിന് പിന്നിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശക്തമായ ഒരു ടീമും നല്ല പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കമ്പനിയുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാലോ? ചിലപ്പോൾ വളരെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഉദാഹരണത്തിന്, ഉപഭോക്താക്കളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അവരുടെ സംതൃപ്തിയിൽ വലിയ വ്യത്യാസം കാണാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ മെച്ചപ്പെടുത്തലുകൾക്ക് പോലും വലിയ ഫലം തരാൻ കഴിയും. ഇതുപോലെയുള്ള മെച്ചപ്പെടുത്തലുകൾ നമുക്ക് സാമ്പത്തികമായും ഗുണം ചെയ്യും. വെറുതെ ചെലവ് കുറയ്ക്കുക എന്നതിലുപരി അങ്ങനെ ലാഭിക്കുന്ന പണം നമുക്ക് വെറുതെ കളയാനുള്ളതല്ല, അത് നമ്മുടെ ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ വീണ്ടും നിക്ഷേപിക്കാനുള്ളതാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്തു, പലതും കണ്ടെത്തി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രാവർത്തികമാക്കാം. അതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കേണ്ട സമയമാണിത്. ഈയൊരു പ്രോസസ്സ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല നമ്മളെ സഹായിക്കുന്നത്. പലപ്പോഴും ഇത് നമുക്ക് മുന്നിൽ പുതിയ അവസരങ്ങൾ തുറന്നുതരും. ഒരുപക്ഷെ പുതിയൊരു മാർക്കറ്റിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനോ ഒക്കെ ഇത് നമ്മളെ സഹായിച്ചേക്കാം. കണ്ടില്ലേ, ഒടുവിൽ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു ആക്ഷൻ പ്ലാൻ റെഡിയാവും. ഓരോ കാര്യത്തിനും എന്ത് മുൻഗണന നൽകണം, ആരാണത് ചെയ്യേണ്ടത്, എപ്പോഴേക്കും പൂർത്തിയാക്കണം, ഇങ്ങനെ എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ടാവും. ഇത് നമ്മുടെ ടീമിന് മുന്നോട്ടു പോകാൻ കൃത്യമായൊരു ദിശാബോധം നൽകും. അപ്പോൾ ഈ വിശകലനത്തിൻ്റെയൊക്കെ കാതലെന്ന് പറയുന്നത് ഈയൊരു ചോദ്യമാണ്: നമ്മൾ ചെയ്യുന്ന ഓരോ മെച്ചപ്പെടുത്തലും ഉപഭോക്താവിനും നമ്മുടെ ബിസിനസ്സിനും ഒരുപോലെ മൂല്യമുള്ളതാണോ? ഈയൊരു ചിന്ത നിങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റുകളിൽ പ്രയോഗിക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.